ഇതൊക്കെ ഓരോരുത്തരും സ്വയം പഠിച്ച് സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ പറയൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇനി അഞ്ചാമത്തെ ഉപവേദമായിട്ട്, അതായത് അഥർവവേദവുമായിട്ട് ബന്ധപ്പെടുത്തി സ്ഥാപത്യവേദം അഥവാ സ്ഥാപത്യ ശാസ്ത്രത്തെ കണക്കാക്കുന്നവരുണ്ട് കേട്ടോ. ഒരിക്കലും ഒന്ന് മാത്രം പൊക്കിപ്പിടിച്ചു വരികയും അതിനെ മാത്രം മഹത്വവൽക്കരിക്കുകയും ചെയ്യാനല്ല സമത്വഭാരതി ഇറങ്ങിയിരിക്കുന്നത്. നമസ്തേ. നമ്മുടെ ജ്ഞാനശക്തി മാസികയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ചെറിയൊരു ചിത്രം നൽകുക എന്നുള്ള രീതിയിൽ, എന്നാൽ വളരെ ലളിതമായ ഭാഷയിൽ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വരും ദിവസങ്ങളിലെ നമ്മളുടെ വീഡിയോകൾ. കാരണം എന്താണ് മറ്റുള്ളവയിൽ നിന്ന് ജ്ഞാനശക്തിക്കുള്ള വ്യത്യാസം, എങ്ങനെ ഇത് ചിട്ടയോടുകൂടിയുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് മാതൃകയിലേക്ക് മാറുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമല്ലോ. പിന്നെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് കമന്റുകളെ കുറിച്ചും വിമർശനങ്ങളെ കുറിച്ചുമാണ് കേട്ടോ. അതായത് ഉപവേദങ്ങളിൽ ചിലത് ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു, അഞ്ചാമത്തെ വേദത്തെക്കുറിച്ച് പരാമർശിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതാണ് വിമർശനങ്ങൾ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു റീല് മാത്രമല്ലേ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടുള്ളൂ. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഒരൊറ്റ വീഡിയോ കൊണ്ടൊന്നും ഈ ചാനലിലെ വീഡിയോകളും ജ്ഞാനശക്തി മാസികയുടെ ഉള്ളടക്കവും അവസാനിക്കുന്നില്ല എന്ന് മാത്രമാണ്. പിന്നെ ഒരിക്കലും ഒന്ന് മാത്രം പൊക്കിപ്പിടിച്ചു വരികയും അതിനെ മാത്രം മഹത്വവൽക്കരിക്കുകയും ചെയ്യാനല്ല സമത്വഭാരതി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോ ഇന്ന് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. അതായത് വേദങ്ങൾ, ഈ വേദങ്ങൾ 4 എണ്ണമാണെന്നും അത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെയാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കൂടാതെ അഞ്ചാമത്തെ വേദമുണ്ടെന്നും അവകാശപ്പെടുന്നവരുണ്ട്. അത് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ പറയാം. ഈ വേദങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരും ചെറിയൊരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് അറിയുക, ജ്ഞാനം നേടുക എന്നീ അർത്ഥങ്ങളുള്ള വിത്ത് എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വേദം എന്ന പദമുണ്ടായത്. ഇനി ഇത് വെറും ഗ്രന്ഥങ്ങളല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഋഷിമാര് തപസ്സിലൂടെയും മറ്റും ആത്മാനുഭവത്തിലൂടെ ദർശിച്ചും ശ്രവിച്ചും തലമുറകളിലേക്ക് പകർന്നു നൽകിയ ജ്ഞാന സമാഹാരമാണ്. അതും വെറും ജ്ഞാന സമാഹാരമല്ല, പകരം ശാശ്വത ജ്ഞാന സമാഹാരമാണ് എന്ന് തന്നെ നമ്മൾ വേദങ്ങളെ പറയേണ്ടി വരും. അതുകൊണ്ട് വേദങ്ങളെ ശ്രുതി എന്നും പറയാറുണ്ട്. ഇനി അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വേദങ്ങൾ മാത്രമാണോ ഹൈന്ദവ ജ്ഞാന പാരമ്പര്യം എന്ന് ചോദിച്ചാല് അല്ല. വേദങ്ങൾ കൂടാതെ ഉപവേദങ്ങളുണ്ട്, വേദാംഗങ്ങളുണ്ട്, ഉപാംഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഏതാണ്, എന്തിനാണ് എന്ന് കൂടി നമ്മൾ അറിയണം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനസ്സിലാക്കുമ്പോഴാണ് ഹൈന്ദവ ഗ്രന്ഥ പാരമ്പര്യം ഒരൊറ്റ പുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല എന്നും അതൊരു മഹത്തായ ജ്ഞാന ശൃംഖലയാണെന്നും നമുക്ക് ബോധ്യമാവുന്നത്. അല്ലാതെ അഹങ്കാരത്തോടു കൂടി ലൈബ്രറി എന്നൊക്കെ പറഞ്ഞു നടന്നാല് ഒരു ചോദ്യം വരുമ്പോൾ ഹിന്ദു ബബ്ബാടിക്കും. ഇനി ഋഗ്വേദം എന്താണ് എന്ന് നോക്കിയാല് വിവിധ ദേവതകളെ അഭിസംബോധന ചെയ്യുന്ന സ്തുതി മന്ത്രങ്ങളാണ് ഇതിന്റെ പ്രധാന ഉള്ളടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അഗ്നി, ഇന്ദ്രൻ, വരുണൻ, സൂര്യൻ, ഉഷസ് തുടങ്ങിയ ദേവതാ സങ്കല്പങ്ങളിലൂടെ പ്രപഞ്ച ശക്തികളെയും പ്രകൃതി നിയമങ്ങളെയുമാണ് ഋഗ്വേദം അവതരിപ്പിക്കുന്നത്. ഇനി യജുർവേദത്തിലാണെങ്കിലോ യജ്ഞങ്ങളും വൈദിക കർമ്മങ്ങളും എങ്ങനെ അനുഷ്ഠിക്കണം എന്നതുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളും നിർദ്ദേശങ്ങളുമാണ് പ്രധാന വിഷയം. അപ്പോ മനസ്സിലാക്കേണ്ടത്, ഋഗ്വേദം സ്തുതിക്ക് പ്രാധാന്യം നൽകുമ്പോൾ യജുർവേദം ആ മന്ത്രങ്ങളെ കർമ്മങ്ങളുമായി ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. യജുർവേദത്തിന് 2 പാരമ്പര്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രധാനമായും ശുക്ല യജുർവേദം, പിന്നെ കൃഷ്ണ യജുർവേദം. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് നോക്കാം. ഇനി അടുത്തത് സാമവേദം. ഇതില് മന്ത്രങ്ങളുടെ ഗാനാത്മകമായിട്ടുള്ള ആലാപനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. സാമവേദത്തിലെ മന്ത്രങ്ങളില് വലിയൊരു ഭാഗവും ഋഗ്വേദത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണെങ്കിലും അവയുടെ പ്രത്യേകത എന്ന് പറയാവുന്നത് സംഗീതാത്മകമായിട്ടുള്ള അവതരണമാണ്. അതുകൊണ്ട് തന്നെ ഭാരതീയ സംഗീത പാരമ്പര്യത്തിന്റെ വൈദിക അടിത്തറയായിട്ടും നമ്മൾ സാമവേദത്തെ കാണുന്നുണ്ട്. ഇനി അഥർവവേദത്തിലാണെങ്കിൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതം, ആരോഗ്യം, ശാന്തി, കുടുംബക്ഷേമം, സംരക്ഷണം, രാജധർമ്മം, സാമൂഹിക ജീവിതം, ആത്മീയ ചിന്തകൾ എന്നിങ്ങനെയുള്ള വളരെ വിപുലമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന വേദമായിട്ട് നമുക്ക് ഈ അഥർവവേദത്തെ പരിചയപ്പെടുത്താം. ഇനി ഈ ഓരോ വേദത്തിന്റെയും സാഹിത്യ ഘടനയിൽ പൊതുവെ 4 തലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഇതിലെ സംഹിതയിലെ മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളിലെ യജ്ഞകർമ്മങ്ങളുടെ വിശദീകരണങ്ങളും ആരണ്യകങ്ങളിലെ കർമ്മങ്ങളുടെ ആന്തരികവും പ്രതീകാത്മകവുമായിട്ടുള്ള അർത്ഥങ്ങളും ഉപനിഷത്തുകളിലാണെങ്കിൽ ആത്മാവ്, ബ്രഹ്മം, മോക്ഷം തുടങ്ങിയ തത്വചിന്തകളുമാണ് വരുന്നത്. ഇനി അടുത്തത് ഉപവേദങ്ങളാണ്. അതില് ഉപവേദങ്ങളെ വേദങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിൽ പലർക്കും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ചരണവ്യൂഹത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഉപവേദങ്ങളായിട്ടുള്ള ആയുർവേദത്തെ ഋഗ്വേദമായിട്ട് ബന്ധപ്പെടുത്താം, ധനുർവേദത്തെ യജുർവേദവുമായിട്ട് ബന്ധപ്പെടുത്താം, ഗാന്ധർവവേദത്തെ സാമവേദവുമായിട്ട് ബന്ധപ്പെടുത്താം, അർത്ഥശാസ്ത്രത്തെ അഥർവവേദവുമായിട്ടും ബന്ധപ്പെടുത്താം.
പിന്നെ സ്ഥാപത്യവേദമാണ് അഥർവവേദത്തിന്റെ ഉപവേദം എന്നുള്ള അഭിപ്രായമുള്ളവരുമുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും സ്വയം പഠിച്ച് സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ പറയൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടി കൂടുന്നതിൽ യാതൊരു അർത്ഥമില്ല. എല്ലാ സ്വാതന്ത്ര്യവും നമ്മളുടെ സംസ്കാരം നമുക്ക് തരുന്നുണ്ട്. ഇതില് ആയുർവേദം എന്ന് പറയുന്നത് ആരോഗ്യം, രോഗപ്രതിരോധം, ചികിത്സ, ആഹാരം, ജീവിതചര്യ തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രമാണെങ്കിൽ ആയുധവിദ്യ, യുദ്ധതന്ത്രം, സൈനിക പരിശീലനം, രാജ്യസംരക്ഷണം തുടങ്ങിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ധനുർവേദത്തിൽ പറയുന്നത്. അതുപോലെ സംഗീതം, നൃത്തം, നാട്യം തുടങ്ങിയ കലകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗാന്ധർവവേദത്തിൽ പറയുന്നത്. പിന്നെ രാജ്യഭരണം, സമ്പദ് വ്യവസ്ഥ, സാമൂഹിക സംഘടന, നയതന്ത്രം, ഭരണനിർവഹണം തുടങ്ങിയ വിഷയങ്ങൾ അർത്ഥശാസ്ത്രത്തിലും വരുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ ഉപവേദമായിട്ട്, അതായത് അഥർവവേദവുമായിട്ട് ബന്ധപ്പെടുത്തി സ്ഥാപത്യവേദം അഥവാ സ്ഥാപത്യ ശാസ്ത്രത്തെ കണക്കാക്കുന്നവരുണ്ട് കേട്ടോ. ഈ ഭാരതീയ പാരമ്പര്യത്തിലെ നിർമ്മാണ കല, വാസ്തുവിദ്യ, ശില്പകല, നഗരാസൂത്രണം എന്നിവയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ സ്ഥാപത്യ ശാസ്ത്രത്തില് പറയുന്നത്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോകളിൽ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേദാംഗങ്ങളെക്കുറിച്ചും ഉപാംഗങ്ങളെക്കുറിച്ചും അവയുടെ ഉള്ളടക്കത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. പിന്നെ ഏതോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് തിരഞ്ഞെടുത്തിട്ട് അതിനെക്കുറിച്ച് മാത്രം ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം എന്ന്. ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോരുത്തർക്കും താല്പര്യമുള്ളത് അവരവർക്ക് തിരഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.